ഇറാനുമായി വെടിനിർത്തൽ ഉടനെന്ന് ട്രംപ്. 2-3 ദിവസത്തിനകം അതിന് ഏറെക്കുറെ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് ട്രംപ് സോഷ്യൽ ട്രൂത്തിലൂടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടി വന്നാലുള്ള ദിവസം എന്നും അദ്ദേഹം പറയുന്നു. ഹോർമുസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സങ്കീർണമായിട്ടിപ്പോൾ നിലനിൽക്കുന്നത്. അതിന് ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തുക എന്നതിനെ ആശ്രയിച്ചാണ് ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മുൻപ് പറഞ്ഞ നിലപാടുകളും ഇപ്പോഴത്തെ നിലപാടുകളും തത്തുല്യം തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, അത് തങ്ങളോടൊപ്പമുള്ള രാജ്യമാണ്, അവിടേക്കുള്ള അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് വിട്ടുവീഴ്ച ചെയ്യില്ല. അവിടെ ചുങ്കം ചുമത്തേണ്ട ഒരു സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടെങ്കിൽ തങ്ങളത് ചുങ്കം ചുമത്തുക തന്നെ ചെയ്യും. അമേരിക്കക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അമേരിക്ക ഈ ദേശത്തിൻ്റെ ഭാഗമല്ല, അതൊരു സാമ്രാജ്യമായിരിക്കുന്ന മറ്റ് രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണക്കുറിപ്പ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം 2 വിഷയമാണ് പ്രധാനമായ രീതിയിൽ 15ഓളം കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്കയിൽ ഒരു ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ സമയത്തൊക്കെ ഇത്രയും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നതിൽ 15ഓളം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ടിരുന്നു. ഒന്നും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. പിന്നീടുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചയില്ലെന്ന് മുൻപ് തന്നെ ഇറാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇത്തരം ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ലെന്നും വാക്കുകൾ ലംഘിക്കുകയും കരാർ വ്യവസ്ഥ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന രാജ്യവുമായി നിത്യേന ചർച്ച നടത്തുക എന്നുള്ളത് തങ്ങൾക്ക് യോജിച്ച പ്രവർത്തനമല്ല, തങ്ങളത് ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ട്രംപ് തന്നെയാണ്. അത് ചർച്ച ഉണ്ട് എന്നും യുദ്ധം തീരാൻ പോവുകയാണെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഈ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും തൊട്ടടുത്ത ദിവസത്തിൽ ചർച്ചയിൽ വരും എന്നാണ് പറയുന്നത്. അഥവാ ഈ സമ്പുഷ്ട യുറേനിയം കൈമാറ്റം ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് അവർ പറയുന്നത്. കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത് തങ്ങളുടെ രാജ്യത്തുള്ള സമ്പുഷ്ട യുറേനിയം തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഇതൊരു രാജ്യവും അതിൻ്റെ സംവിധാനവും ഭരണഘടനാ റൂട്ടുകളുമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് അത് മറ്റൊരു രാജ്യത്തിൻ്റെ കൈവശത്തിലേക്ക് തങ്ങൾക്ക് നൽകേണ്ടതില്ല, നൽകുകയില്ല എന്നുകൂടി അവർ പറയുന്നു. അപ്പോൾ ഈ 2 വിഷയത്തിലും യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു രൂപം ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് അമേരിക്ക ഒരു വഴിയിലൂടെയും ഇറാൻ മറ്റൊരു വഴിയിലൂടെയുമാണ് യാത്ര ചെയ്യുന്നത്. 2 കൂട്ടരും പറയുന്നത് 2 നിലപാടുകളാണ്, 2 സമീപനങ്ങളാണ്. ഇത് 2 പ്രശ്ന പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളും കൃത്യമാണ്. ഈ രൂപത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികളും സാഹചര്യങ്ങളും പോകുന്നത് എന്നുകൂടി നമ്മൾക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഥവാ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധവിരാമം നിർബന്ധമായിട്ടും ആവശ്യമാണ്. രാജ്യത്തിൻ്റെ അകത്തോ ഗവൺമെൻറ് തലത്തിലോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ പോലും ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ന്യായീകരണവും സഹകരണവും ട്രംപിന് ലഭിക്കുന്നില്ല. ട്രംപ് ഏറെക്കുറെ യുദ്ധഭൂമികയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സ്ഥിതിയാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? താൽക്കാലികമായിട്ടെങ്കിലും യുദ്ധവിരാമം ഉണ്ടാക്കി സൈനികരെ പിൻവലിക്കുന്ന പ്രവൃത്തി നോക്കണം. ഇതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ സൈനികരെ തെഹ്റാനിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം 5 ലക്ഷത്തോളം സൈനികരെ സംഘടിപ്പിക്കുക, എന്നിട്ട് ഏകദേശം ഒരു സമാന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായ രീതിയിൽ സൈന്യത്തെ ഇറക്കുക, ഇതൊക്കെയായിരുന്നു തീരുമാനിച്ചത്. അഥവാ 50,000 സൈനികരെ ഒരേ സമയത്ത് രംഗപ്രവേശനം ചെയ്തുകൊണ്ട് മേഖലയിൽ ഒരു ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ട്രംപ് ആലോചിച്ചത്. അത് സൈനികരുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു സൈനിക മേധാവികളും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കംബോഡിയയിൽ നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അതോടൊപ്പം തന്നെ ഇറാഖിൽ നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. കംബോഡിയയിൽ ഏകദേശം 20,000-ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാഖിൽ 5,000 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ജോർജ് ബുഷ് അന്നത്തെ പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു 5,000 എന്ന് പറയുന്ന ഒരു സംഖ്യ വരില്ല എന്നുള്ളത്
എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെയോ അവിടെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ കാലത്ത് 2003 ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ എയർപോർട്ടിലേക്ക് എത്തുന്ന വിമാനങ്ങൾ, അത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് വരുന്ന വിമാനങ്ങളിൽ, എല്ലാ വിമാനങ്ങളിലും 10 മുതൽ 20 വരെ അമേരിക്കയുടെ സൈനികരുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാർഗോ വഹിക്കുന്ന മേഖലയിൽ പോലും മൃതദേഹങ്ങൾ കുത്തി നിറച്ചായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്ക് യുദ്ധസമയത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു വിമാനം പറന്നിറങ്ങുന്നത്. അപ്പോൾ തന്നെ അവിടെ ജനങ്ങൾ, അതായത് ബന്ധുക്കളും കൂട്ടുകുടുംബങ്ങളും, അതായത് അമേരിക്കക്കാർ എയർപോർട്ട് വളയുകയും എയർപോർട്ടിൻ്റെ അകത്തേക്ക് വിമാനം ലാൻഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്, അതായത് ഡിപ്രാറ്റ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതും സാധാരണയായിരുന്നു. കാര്യം തങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും അതിലുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്താൻ വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ അവർ പ്രവേശിക്കൽ എന്ന് ചുരുക്കം. അന്നത്തെ ആ യുദ്ധ സമാന സാഹചര്യങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയതും ഒരു തരത്തിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയതുമാണ്. കാര്യം വളരെ എളുപ്പത്തിൽ അവസാനിക്കുന്ന ഒരു യുദ്ധമായിട്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് കണ്ടത്. സദ്ദാം ഹുസൈൻ വീണാൽ പിന്നീട് യുദ്ധത്തിന് വലിയ രീതിയിലുള്ള നീക്കുപോക്കുകളൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പക്ഷെ അങ്ങനെയല്ല വന്നത്. നേരെ തിരിച്ചടി ഉണ്ടായി, വലിയ പ്രതിരോധങ്ങളുണ്ടായി, അപ്രതീക്ഷിതമായിരിക്കുന്ന പല ആക്രമണങ്ങളുണ്ടായി, ആത്മഹത്യാ സ്ക്വാഡ് രംഗത്ത് വന്നു. അങ്ങനെ അമേരിക്കയുടെ സൈനികർ വലിയ രീതിയിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായി. ഇതെല്ലാം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കംബോഡിയത്ത് നമ്മൾ പറഞ്ഞു, ഇറാഖിൽ നമ്മൾ പറഞ്ഞു, പല രാജ്യങ്ങളിലും അമേരിക്കക്കുണ്ടായിരിക്കുന്ന സൈനിക നഷ്ടവും സാമ്പത്തിക നഷ്ടവും ലോകാടിസ്ഥാനത്തിൽ അവർ നാണം കെട്ടുപോയതൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് നിലനിന്നതാണ്. പിന്നീട് ഇപ്പോൾ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ ഇറാനിലേക്ക് വരുന്നത്. ഇറാൻ്റെ ആ ഘട്ടം വരുന്നതിന് മുൻപ് അമേരിക്ക ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വെനിസ്വേല ഉണ്ടായിരുന്നു, ഇറാൻ ഉണ്ടായിരുന്നു, ക്യൂബ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 10ഓളം രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളെയാണ് നമ്മളിപ്പോൾ എണ്ണിയത്. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ വെനിസ്വേലയിൽ അവർക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ എളുപ്പത്തിലും രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു പോരാട്ടമില്ലാതെയും രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുകയും ആ പ്രസിഡന്റിനെ അമേരിക്കയിൽ വിചാരണ ചെയ്യുന്നിടത്തേക്ക് ആ രാജ്യത്ത് എത്തിക്കുകയും ചെയ്തു. വെനിസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയുമാണ് ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയുടെ സൈനികർ തട്ടിക്കൊണ്ടുപോയത്. ഇനി അടുത്തത് ഇറാനാണെന്ന് പറഞ്ഞു, ഇറാന് ശേഷം ക്യൂബ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇറാനെ തൊട്ടതോടുകൂടി ഭയാനകരമായിരിക്കുന്ന തിരിച്ചടി അനുഭവിക്കേണ്ട സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തി. അത് യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇനി മുന്നോട്ടുള്ള സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇതിനേക്കാളും ഭയാനകരമായിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമായിരിക്കും സ്ഥിതി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്.